കൊച്ചിയുടെ വാർത്തകൾ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം കൊച്ചിയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ്, മട്ടാഞ്ചേരിയാണ്, ജൂതരുള്ള സ്ഥലമാണ്, ഇംഗ്ലണ്ടുകാർ, പോർച്ചുഗീസുകാരെല്ലാം വന്ന സ്ഥലമാണ്. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ബിനാലെ അരങ്ങ് തകർക്കുന്ന ഒരു കാലമാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിനാലെ വന്നിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വളരെയേറെ നിരവധി ആളുകളാണ് എത്തുന്നത്. ആ ഫോർട്ട് കൊച്ചിയിൽ ചില കലാകാരന്മാർ ചുവരിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതാണ് ഈ അംഗീകൃത കലാവേദിക്ക് പുറത്ത് സ്വന്തം കലാവിരുത് പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടുവരാം. ഫോർട്ട് കൊച്ചിയിലെ ആ കലാകാരന്റെ കാഴ്ച കാണാം. ഫോർട്ട് കൊച്ചിയുടെ തെരുവുകൾക്ക് അതിരിടുന്ന മതിലുകളെല്ലാം സഞ്ജയുടെ ക്യാൻവാസുകളാണ്. ഉടമകളുടെ അനുവാദം കിട്ടിയാൽ പിന്നെ തുടങ്ങുകയാണ്. കടും വർണ്ണങ്ങളിൽ ആശയങ്ങൾ ചിറകുവിരിക്കും. കഴിഞ്ഞ 6 വർഷമായി സഞ്ജയ് ഫോർട്ട് കൊച്ചിയുടെ മതിലുകളിൽ ചിത്രമെഴുതുന്നു. പുതുവത്സരാഘോഷങ്ങളോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം. പണച്ചെലവുണ്ട്, പക്ഷേ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ചെറുപ്പം തൊട്ട് ഡ്രോയിങ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വോൾ ആർട്ടിലോട്ട് കടന്നത്. അപ്പോൾ ഒരു ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയാൽ അവർക്കും കുറച്ച് ഫണ്ണായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ്, നമ്മുടെ ആ ഒരു ചുറ്റുപാട് ക്ലീനും ആകും, ഭംഗിയാകും, കൊച്ചിനെ അതിസുന്ദരിയാക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എടുത്തത്. തെയ്യവും ജലകന്യകയും പൂമ്പാറ്റയുമെല്ലാം ചുവരുകളിൽ നിറയുമ്പോൾ സഞ്ജയെ സഹായിക്കാൻ തൻ്റെ തന്നെ സ്കൂളായ ധ്രുവിൽ നിന്നുള്ള ചിത്രകലാ വിദ്യാർത്ഥികളും എത്തും. ബിനാലെ എന്ന അന്തർദേശീയ ചിത്രകലാ സംഗമം കൊച്ചിയിൽ തുടരുമ്പോൾ അത് കാണാനെത്തുന്നവരും തൻ്റെ ചിത്രങ്ങളെ അഭിനന്ദിക്കാൻ വരുന്നുണ്ടെന്ന് അഭിമാനപൂർവ്വം സഞ്ജയ്. ബിനാലെ നടക്കുമ്പോഴും നമുക്കതിന് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലും നമ്മളുടെ രീതിയിൽ എവിടെയെങ്കിലും ലോക്കലൈസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ബിനാലയ്ക്ക് മുമ്പ് ഞങ്ങളിത് ചെയ്യുമായിരുന്നു. അപ്പോൾ ചില സമയത്ത് ബിനാലയ്ക്ക് ശേഷം ചിലർ ഓർക്കും ഇത് ബിനാലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ടാഗ് പോലും എനിക്ക് വരാറുണ്ട്. കൊച്ചി ബിനാലെ എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചർ വരാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ സന്തോഷം. നമ്മൾ അതിലില്ലെങ്കിലും നമ്മുടെ പേര് ആ ബിനാലെ എന്ന രീതിയിൽ. ചിത്രങ്ങൾ പലതും ഇപ്പോൾ ഫോട്ടോ സ്പോട്ടുകളാണ്. ആളുകൾ മാറി മാറി വന്ന് ചിത്രമെടുക്കുമ്പോൾ അഭിമാനപൂർവ്വം അവയ്ക്കരികിലുണ്ട് സഞ്ജയും. ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.